കോൺഗ്രസ് ഹർത്താലിനിടെ കോഴിക്കോട് വെച്ച് മർദ്ദനമേറ്റ സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ആക്രമണത്തിനിരയായ മൂന്നാർ റേഞ്ച് ഓഫീസർ അബ്ദുൾ ജലീൽ. പരിക്കേറ്റ ജലീൽ മുക്കം KMCT മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. ഹർത്താൽ ദിനത്തിൽ വീഡിയോ ചിത്രീകരിച്ചെന്ന് പറഞ്ഞായിരുന്നു അക്രമം. ഹർത്താൽ ദിനത്തിൽ രാവിലെ മുക്കം ബസ് സ്റ്റാൻഡിലായിരുന്നു സംഭവം. അവധി കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കാൻ പോവുകയായിരുന്ന മുക്കം സ്വദേശിയായ ജലീൽ സമരക്കാരുടെ ദൃശ്യമെടുത്തു എന്ന് പറഞ്ഞായിരുന്നു അക്രമം. മാനന്തവാടിയിലേക്കുള്ള KSRTC ബസ്സിൽ കയറിയ ജലീലിനെ ബസ്സിൽ നിന്ന് ബലം പ്രയോഗിച്ച് വലിച്ചിറക്കിയായിരുന്നു ആക്രമണം. ജോലിയുടെ ഭാഗമായുള്ള രേഖകൾ നഷ്ടപ്പെട്ടെന്നും കൊടികെട്ടിയ വടി ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റെന്നും ജലീൽ പറയുന്നു. ഞാൻ ഇതിൽ വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ എടുത്തെങ്കിൽ തന്നെ അതിനുള്ള റൈറ്റ് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന രീതിയിൽ എനിക്കുണ്ട്. ഇതിൽ പറയുന്ന ആൾക്കാരെ എന്നെ ആ ബസ്സിൽ നിന്ന് പുറത്തിറക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഒരു ആൾക്കൂട്ടത്തിൽ ഒരിക്കലും ഈ മുഖത്ത് കിട്ടുന്ന അടിയെ കാണാൻ പറ്റുള്ളൂ. ബിലോ ഷോൾഡർ ലെവലിൽ അവരെ കൊടി തോരണങ്ങൾ വെച്ചിട്ട് ആ കൊടിയുടെ താഴെ ചെമ്പുകമ്പി എന്തോ ചുറ്റി വെച്ചിരുന്നു. മുതുകിൽ ഇടിച്ചിട്ടുണ്ട്. ഞാനിപ്പോ KMCT ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലാണ്. എന്നാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുക മാത്രമാണ് ചെയ്തതെന്നും മർദ്ദിച്ചിട്ടില്ലെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ വാദം. എന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് അബ്ദുൾ ജലീലിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.